നമസ്കാരം, സ്വാമി ശരണം. എല്ലാവർക്കും സനാതനധർമ്മം എന്ന ഈ സെഗ്മെൻറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു ക്ഷേത്രത്തിലുണ്ടാവുന്ന അശുദ്ധിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. കേരള ക്ഷേത്ര പദ്ധതി പ്രകാരം ഈ ശുദ്ധാശുദ്ധങ്ങൾക്ക് വളരെ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പൂജ സമയത്തുമൊക്കെ ആളുകളെ പല ഘട്ടങ്ങളിലായിട്ട് മാറ്റി നിർത്തുകയും പൂജയ്ക്ക് പോകുന്നൊരവസരത്തിൽ ഈ പൂജകനെ തൊടാതിരിക്കുകയും അത്തരം മാറ്റി നിർത്തുകയും ഇത്തരം ഒരു ശുദ്ധാശുദ്ധങ്ങളുടെയൊക്കെ ഒരു കാരണം കൊണ്ടാണ്. അതിന് വളരെയധികം പ്രാധാന്യമാണ് കൽപ്പിച്ചിരിക്കുന്നതും. വളരെ വിശദമായിട്ട് തന്നെ ഈ ഒരു അശുദ്ധി ഉണ്ടായാൽ എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യണം എന്നുള്ള വിഷയത്തെപ്പറ്റി വളരെ വിശദമായിട്ട് തന്നെ തന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. പലപ്പോഴും ഈ അശുദ്ധിയുടെ ഒരു ഗുരുലഘുത്വം കണക്കിലെടുത്തിട്ടാണ് പ്രായശ്ചിത്തം നിശ്ചയിക്കാറുള്ളത്. ഈ തിരക്ക് കൂടുന്നൊരവസരത്തിൽ പല ക്ഷേത്രങ്ങളിലും രക്തം വീഴുകയും അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ മൂത്രം അല്ലെങ്കിൽ ഈ അത്തരം അശുദ്ധികളെല്ലാം പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ചില മൃഗങ്ങളോ പക്ഷികളോ ഒക്കെ ഈ മരിച്ചു വീഴുന്നൊരവസ്ഥയൊക്കെ പല ക്ഷേത്രങ്ങളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അതിൻ്റേതായ പ്രായശ്ചിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ചില അവസരത്തിൽ ഈ പ്രത്യേകതരം സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട്. അതായത് ഒരു പ്രതിഷ്ഠ, അതായത് ആ വിഗ്രഹം തന്നെ ചിരിക്കുന്ന പോലോ കരയുന്ന പോലോ ഒക്കെ ഉള്ള ഒരു ഭാവവ്യത്യാസങ്ങൾ പല ഘട്ടങ്ങളിൽ തോന്നാം. ഇതൊക്കെ ഒരു പ്രായശ്ചിത്തത്തിന് വിധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരം അശുദ്ധികൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം ഒത്തിരി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ശബരിമലയിലേക്ക് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള അശുദ്ധികൾ അവിടെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു അർത്ഥത്തിൽ ശബരിമലയിൽ ശുദ്ധാശുദ്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. എങ്കിലും ഇത്തരം ക്ഷേത്രവും ചടങ്ങുകൾക്കൊക്കെ ശുദ്ധാശുദ്ധങ്ങളൊക്കെ തന്നെ ബാധകമാണ്. പലതരത്തിലുള്ള ഈ സാമാന്യം നമ്മൾ കണ്ടുവരുന്ന അശുദ്ധികളൊക്കെ അവിടെയും വന്ന് ഭവിച്ചാൽ അത് അശുദ്ധി തന്നെയാണ്. അതിന് വേണ്ട പ്രായശ്ചിത്തങ്ങളും ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ തിരക്ക് ഏറുന്നൊരു സമയത്ത് പടി കയറാൻ നേരം പടിയിൽ രക്തം വീഴാറുണ്ട്. എവിടെയെങ്കിലുമൊക്കെ കാല് തട്ടുക, അങ്ങനെയൊക്കെ രക്തം വീഴാറുണ്ട്. അതിനെ ഉടനെ തന്നെ പടി കഴുകി പുണ്യാഹവും കഴിക്കാറുണ്ട്. ഇതാണ് സാധാരണയായിട്ട് അവർ കണ്ടുവരുന്നത്. ഈ ഒരു മണ്ഡലം മകരവിളക്ക് കാലത്തൊക്കെ തിരക്ക് വളരെ കൂടുതലാണ്. ആ സമയത്ത് എന്നും തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ചില ഘട്ടങ്ങളിൽ ഉണ്ടാവാതെയും പോവാറുണ്ട് തുടർച്ചയായിട്ട്. അപ്പം പിന്നെ ഇതൊക്കെ വളരെ ചെറിയ രീതിയിലുള്ള അശുദ്ധികളാണ്. അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള അശുദ്ധി വന്നാൽ അത്രയ്ക്ക് കണ്ടുള്ള പ്രായശ്ചിത്തങ്ങൾ, വലിയ വലിയ കലശങ്ങളും ദ്രവ്യ കലശങ്ങളും പോലുള്ള പ്രായശ്ചിത്തങ്ങൾ തന്നെ വേണ്ടി വരും. പിന്നെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട്, അതായത് രണ്ട് ഉത്സവത്തിനും, കൊടിയേറ്റ് ഉത്സവത്തിനും അല്ലെങ്കിൽ ഈ മകരവിളക്ക് ഉത്സവത്തിനും മുൻപായിട്ട് ശബരിമലയിലെ ശുദ്ധിക്രിയകൾ സമ്പൂർണ്ണമായിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു വർഷം നടന്നിട്ടുള്ള അശുദ്ധികൾക്കൊക്കെ ഒരു പ്രായശ്ചിത്തമായിട്ട് ഒരു വർഷത്തേക്കുള്ള ഒരു പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക് അവിടെ നടന്നിട്ടുള്ള അശുദ്ധികളെയൊക്കെ മാറ്റി അവിടെ ഉണ്ടായിട്ടുള്ള ഈ രാക്ഷസീയ ഭാവങ്ങൾ പലരിലും പല ആളുകളുടെ ഒരു ഇടപെടലാണല്ലോ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പം ഈ പലരിലും അവിടെ ഉണ്ടായിട്ടുള്ളൊരു രാക്ഷസീയ ഭാവങ്ങളെയും അവിടെ അല്ലാതെ അടങ്ങിയിട്ടുള്ള ഇത്തരം ഭാവങ്ങളെയും ഒരു നെഗറ്റീവായിട്ടുള്ള പല ഭാവങ്ങളെയും പിന്നെ മറ്റ് അശുദ്ധികളെയും ഒക്കെ മാറ്റാനാണ് ഈ ഒരു ശുദ്ധിക്രിയകൾ നടത്തുന്നത്. ഇതെല്ലാ ക്ഷേത്രത്തിലും ഉത്സവത്തിന് മുൻപായിട്ട് നടത്താറുണ്ട്. പല ക്ഷേത്രങ്ങളിൽ അല്ലാതെ പല ഘട്ടങ്ങളിൽ നടത്താറുണ്ട്. ശബരിമലയിൽ ഇപ്പോൾ 2 തവണയാണ് നടക്കുന്നത്. അതായത് മുൻപേ പറഞ്ഞ പോലെ കൊടിയേറ്റ് ഉത്സവത്തിനും മകരവിളക്ക് ഉത്സവത്തിനും മുൻപായിട്ട്. ഒരു ക്ഷേത്രത്തിൽ അശുദ്ധി ഉണ്ടാകുമ്പോൾ അത് ആ ദേവചൈതന്യത്തിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം പ്രായശ്ചിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഈ പ്രായശ്ചിത്തത്തിലൊക്കെ ആ ദേവൻ്റെ ബിംബത്തിലും അതിനുവേണ്ട ക്രിയകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മുൻപേ പറഞ്ഞതുപോലെ ക്ഷേത്ര സങ്കേതത്തിൽ എവിടെ അശുദ്ധി നടന്നാലും അത് ആ ദേവചൈതന്യത്തെ സ്വാഭാവികമായിട്ടും ബാധിക്കുന്നുണ്ട്. കാരണം ഒരു ദേവചൈതന്യം എന്ന് പറയുന്നത് കേവലം ഒരു ബിംബത്തിൽ മാത്രമല്ല, അത് ആ ക്ഷേത്ര സങ്കേതം മുഴുവനായി വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ഇടപെടുന്ന ഭക്തജനങ്ങളാകട്ടെ മറ്റ് ക്ഷേത്രത്തിൽ പെരുമാറുന്ന ഓരോരുത്തരുടെയും കടമയാണ് അങ്ങേയറ്റം ശുചിത്വം പാലിക്കുക എന്നുള്ളത്. ഒരു തരത്തിലുള്ള അശുദ്ധിയും നമ്മുടെ ഭാഗത്തുനിന്ന് ആ ഒരു ക്ഷേത്രത്തിലേക്ക് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ശുചിത്വം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അത് ആ ഒരു
കാരണം ശുചിത്വം ഇല്ലെങ്കിൽ ഒരിക്കലും അവന് ആ ഒരു ദേവചൈതന്യത്തെ ഒന്നും ഉൾക്കൊള്ളാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ പലരും ഈ അസുഖമുള്ളവർ ക്ഷേത്ര ദർശനം നടത്താറുണ്ട്. അസുഖം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അംഗവൈകല്യങ്ങളോ കാരണങ്ങളോ ഒന്നുമല്ല. പകർച്ചവ്യാധി പോലുള്ള അസുഖങ്ങൾ ഉള്ളവർ ക്ഷേത്ര ദർശനം നടത്താറുണ്ട്. ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത് അത് വളരെ പ്രസക്തമായിരിക്കാം ഈ ഒരു കാര്യം. അത്തരം പകർച്ചവ്യാധികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കഴിവതും ഈ ഇത്തരം ക്ഷേത്ര ദർശനങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. കാരണം അത് നമ്മൾ വലിയൊരു തെറ്റാണ് ചെയ്യുന്നത്. അവിടെ നമ്മളിലുള്ളൊരു അസുഖം പലരിലും കൊടുക്കുകയും ആ ഒരു ക്ഷേത്ര സങ്കേതത്തിലും ഒക്കെ ഇത്തരം ഒരു വ്യാധിയെ കൊണ്ടിറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു തെറ്റ് തന്നെയാണ്. അപ്പം അങ്ങനെയൊന്നും അത് തീർച്ചയായിട്ടും അത് ഓരോരുത്തരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യത ഉണ്ടെങ്കിലും അവർ ഇപ്പം പോകുന്നു എന്നൊരു വാശി പിടിക്കാറുണ്ട്. അതൊന്നും ഒരിക്കലും നമ്മളെപ്പോഴും ആ സാഹചര്യമാണ് നോക്കേണ്ടത്. പല സാഹചര്യത്തിലും പോകാൻ പാടില്ലാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ പോകാതിരിക്കുക തന്നെയാണ് വേണ്ടത്. അപ്പോഴാണ് നമ്മൾ പോകുന്നതൊക്കെ ദൈവൻ്റെ ഒരു അനുഗ്രഹത്തിനാണല്ലോ. ചില ഘട്ടങ്ങളിൽ പോകാൻ പാടില്ലാത്തൊരവസ്ഥയിൽ പോകാതിരിക്കുമ്പോഴാണ് ഈ ദൈവൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നത്. എങ്ങനെയും ശബരിമലയിൽ പോകണോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോകണമെന്ന് ഒരിക്കലും വാശി പിടിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഇപ്പം ഈ ഒരു COVID-19 വ്യാപനം വളരെ ഒരു ഭീഷണിയായിട്ടിരിക്കുന്ന ഒരു കാലത്തും നമ്മൾ കഴിവതും ആളുകൾ കൂടാതിരിക്കുകയും അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലൊക്കെ നമ്മളായിട്ട് ചെന്ന് ഒരാളുടെ എണ്ണം കൂടെ കൂട്ടാതിരിക്കുകയാണ് നോക്കേണ്ടതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്തരം ഒരു വ്യാധി പിടിപ്പെടാനുള്ളൊരു സാധ്യതയുള്ളവരാണെങ്കിൽ പ്രത്യേകം അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ അത്രയും മുൻകരുതലുകൾ എടുക്കണം. എന്നാലും നമ്മുടെ ഒരു ഭാഗത്ത് നിന്ന് പലരിലേക്കും ഈ അസുഖം എത്താനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ളൊരു കാര്യം എല്ലാവരും അത് മനസ്സിലാക്കേണ്ടതാണ്. രോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അംഗപരിമിതരായിട്ടുള്ളവരെ അല്ല, മറിച്ച് ഈ പകർച്ചവ്യാധി ഉള്ളവരെയാണ്. അതായത് നമ്മളിൽ നിന്നുള്ളൊരു രോഗം പകരാൻ ക്ഷേത്ര സങ്കേതത്തിലും അല്ലെങ്കിൽ കൂടെ സഹകരിക്കുന്നവരിലും ആ ക്ഷേത്രത്തിലുള്ളവരിലും ഒക്കെ പകരാൻ സാധ്യതയുള്ള തരത്തിലുള്ള രോഗം പിടിപെട്ടവരെയാണ് ഈ രോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്ര അശുദ്ധിയെപ്പറ്റിയും നമ്മൾ ക്ഷേത്രത്തിലെടുക്കേണ്ട ക്ഷേത്രത്തിൻ്റെ ശുചിത്വം, ക്ഷേത്രത്തിൻ്റെ ഒരു പവിത്രത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളെ പറ്റിയുള്ളൊരു വിവരണം ഇവിടെ പൂർണ്ണമാകുന്നു. ക്ഷേത്ര അശുദ്ധി എന്ന് പറയുന്നത് വളരെ വലിയൊരു വിഷയം തന്നെയാണ്. അത് ധാരാളം പഠിക്കാനുള്ളതും പറയാനുള്ളതൊരു വിഷയമാണ്. പക്ഷേ നമ്മുടെ സമയപരിധികൾ കാരണം ഞാൻ വളരെ ചുരുക്കിയാണ് ഇതിനെ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു വിഷയവുമായിട്ട് ഇതുപോലെ നാളെ നമുക്ക് കാണാം. നമസ്കാരം.